ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ജനുവരി 12. ഇന്ന് നമ്മൾ പഠിക്കുന്ന തിരുവചനം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 16-ാമത്തെ തിരുവചനമാണ്. അതിപ്രകാരമാണ്: അവന്റെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാം കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. യേശുവിൻ്റെ പൂർണ്ണത എന്ന് പറയുന്നത് നമ്മൾ കാണുന്നത് ഈശോയുടെ കുരിശിലാണ്. കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ അരുൾ ചെയ്തു, എല്ലാം പൂർത്തിയായിരിക്കുന്നു. എല്ലാം പൂർത്തിയാക്കിയപ്പോഴാണ് ഈശോയുടെ ജീവിതത്തിൻ്റെ രക്ഷാകര പ്രവർത്തനങ്ങളുടെ പൂർണ്ണത കൈവന്നത്. ഇപ്പം നമ്മൾ ഇന്ന് സ്വീകരിക്കുന്ന എല്ലാ ദൈവകൃപയും അഭിഷേകവും അനുഗ്രഹവും ഈശോ കുരിശിൽ നമുക്ക് വേണ്ടി നേടിത്തന്ന സഹനത്തിൻ്റെ വേദനകളുടെ പീഡനകളുടെ പൂർണ്ണതയിൽ നിന്നാണ്. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മളും ഈ 2026 കടന്നു പോകുമ്പോൾ ഇത് നമുക്കൊരു കൃപാവർഷമാണ്, അനുഗ്രഹത്തിൻ്റെ വർഷമാണെന്നൊക്കെ നമ്മൾ വിശ്വസിക്കുമ്പോൾ, നമ്മളൊരു കൃപയുടെ അഭിഷേകത്തിലേക്ക് വരാൻ എന്താണ് ചെയ്യേണ്ടത്? ദൈവത്തിൻ്റെ ആ പൂർണ്ണതയുടെ കൃപയുടെ അഭിഷേകം സ്വീകരിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. അതായത്, സഹനങ്ങളാണ് എപ്പോഴും കൃപകളായി മാറുന്നത്. സഹനങ്ങളാണ് എപ്പോഴും അഭിഷേകത്തിന് കാരണമാകുന്നത്. ഈശോയുടെ സഹനം അത് ഒരിക്കലും നാശമല്ലായിരുന്നു, ശാപമല്ലായിരുന്നു, ദുരിതമല്ലായിരുന്നു. അത് കൃപയ്ക്കുമേൽ കൃപയായിരുന്നു. ഇതുപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിലും സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും ചെയ്യുകയാണെങ്കിൽ നമുക്കും നമ്മുടെ സഹനങ്ങളിലൂടെ വലിയ കൃപയുള്ള മനുഷ്യരായിട്ട്, വലിയ അഭിഷേകമുള്ള മനുഷ്യരായിട്ട് മാറാനായിട്ട് സാധിക്കും. ഞാൻ വിചാരിക്കുന്നു ഇന്ന് മുതൽ നമുക്ക് എങ്ങനെയാണ് അവൻ്റെ സഹനത്തിൻ്റെ, അതായത് അവൻ്റെ സഹനത്തിൻ്റെ പൂർണ്ണതയോട്, യേശുവിൻ്റെ സഹനത്തിൻ്റെ പൂർണ്ണതയോട് ചേർന്ന് നിന്ന് നമുക്കും കൃപയുള്ളവരായി അഭിഷേകമുള്ളവരായി മാറാൻ സാധിക്കും എന്നതിനെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.